ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി യാത്രയിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നത് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഫോമാണെന്ന് ടൂർണമെന്റ് തുടങ്ങും മുമ്പേ ആരാധകർക്കിടയിൽ വലിയ വാർത്തയായിരുന്നു. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ താളം കണ്ടെത്തിയ രോഹിത്തും കോഹ്ലിയും ചാമ്പ്യൻസ് ട്രോഫിയിൽ എങ്ങനെയായിരിക്കും പ്രകടനം പുറത്തെടുക്കുകയെന്ന ആശങ്കയും ഇന്ത്യൻ ആരാധകർക്കുണ്ടായിരുന്നു. കാരണം അതിനു മുമ്പ് രോഹിത്തും കോഹ്ലിയും അത്ര മികച്ച ഫോമിലല്ല പരമ്പര കളിക്കാൻ എത്തിയത്. എന്നാൽ ഇന്ത്യൻ ആരാധകർക്ക് ആശ്വാസം പകരുന്ന തുടക്കം സമ്മാനിക്കാൻ രോഹിത്തിനായപ്പോൾ 22 റൺസ് മാത്രം എടുത്തുകൊണ്ട് കോഹ്ലി ആരാധകരെ നിരാശരാക്കിയെന്ന് പറയേണ്ടി വരും. 36 പന്തിൽ 41 റൺസ് നേടിക്കൊണ്ടാണ് രോഹിത് മടങ്ങിയത്. 7 ബൗണ്ടറികൾ ഉണ്ടായി. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 114. വിരാട് കോഹ്ലി ആകട്ടെ 10 താളത്തിൽ ഇന്നിങ്സ് തുടങ്ങി പിന്നീട് കത്തിക്കയറാൻ ശ്രമിച്ചെങ്കിലും 38 പന്ത് നേരിട്ടുകൊണ്ട് 22 റൺസിൽ കോഹ്ലി പുറത്തായി. വലിയ രീതിയിലുള്ള ആശങ്കയും ആരാധകർക്കുണ്ടായി. റിഷാദ് ഹുസൈന്റെ പന്തിൽ സൗമ്യ സർക്കാർക്ക് ക്യാച്ച് നൽകിക്കൊണ്ടാണ് കോഹ്ലി മടങ്ങിയത്. രോഹിത് ആകട്ടെ താസ്കിൻ അഹമ്മദിനെ സിക്സർ പായിക്കാമെന്ന ശ്രമമാണ് റിഷാദ് ഹുസൈന്റെ കയ്യിലേക്ക് എത്തിച്ചതും. അതിഗംഭീര തുടക്കം ഇന്ത്യക്ക് കൊടുക്കാൻ രോഹിത്തിന് സാധിച്ചു. ആദ്യ 10 ഓവറിൽ ഇന്ത്യ നേടിയത് 69 റൺസാണ്. 69 റൺസ് കൂട്ടുകെട്ടിൽ ഗില്ല് നേടിയതാകട്ടെ വെറും 26 റൺസ് മാത്രം. 41 റൺസ് നേടിയത് കോഹ്ലിയായിരുന്നു. ശുഭ്മാൻ ഗിൽ ഫോമിലുള്ളത് ഇന്ത്യക്ക് വലിയ രീതിയിൽ ആശംസ പകരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഗില്ല് മികച്ച രീതിയിൽ റൺസ് കണ്ടെത്തുന്നത് ഒരു വശത്ത് ഇന്ത്യക്ക് കാര്യമായ സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നില്ല. അതേസമയം രോഹിത് ശർമ്മ ഫോമിലായത് ഇന്ത്യക്ക് വലിയ രീതിയിൽ ആശ്വാസവും പകരുന്നുണ്ട്.